Hi, good morning. Today, let us discuss about electrical properties and their size dependence. അതായത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിനെ എങ്ങനെയാണ് അതിൻ്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. In a metal, electrical conductivity is associated with electron mobility in the metal and also to the mean free path of the electrons. ഒരു മെറ്റലിൽ അതിന് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? അതിലെ ഇലക്ട്രോണിൻ്റെ മൊബിലിറ്റിയെയും അതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ മീൻ ഫ്രീ പാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യും. മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മീൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എൻ ഇലക്ട്രോൺ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളിഷൻസ്. അതായത് ഇലക്ട്രോണ് രണ്ട് സക്സസീവ് കൊളിഷൻസിൻ്റെ ഇടയിൽ ട്രാവൽ ചെയ്ത മീൻ ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. സോ ഒരു മെറ്റലിനെ അതിൻ്റെ നാനോ സൈസിലേക്ക് എടുക്കുകയാണെങ്കിൽ, അതായത് ഇന്നെ മെറ്റാലിക് നാനോ മെറ്റീരിയൽ, ഒരു മെറ്റലിൻ്റെ നാനോ മെറ്റീരിയൽ ആണെങ്കിൽ, അതായത് ഒരു മെറ്റലിൻ്റെ സൈസ് കുറച്ച് അതിൻ്റെ നാനോ സൈസിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ഒരു മെറ്റലിൻ്റെ നാനോ സൈസിലെടുക്കുന്ന സമയത്ത് അവിടെ ഇലക്ട്രോണിക് മൂവ്മെൻറ്റ് എന്താണ്? റെസ്ട്രിക്റ്റഡ് ആണ്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അവിടെ ഇലക്ട്രോൺസ് ഒക്കെ ടൈറ്റ്ലി ബൗണ്ടഡ് ആണ് ഓർ ലോക്കലൈസ്ഡ് ആണ്. സോ ലോക്കലൈസ്ഡ്, ടൈറ്റ്ലി ബൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മൂവ്മെൻറ്റ് എന്താണ്? റെസ്ട്രിക്റ്റഡ് ആണ്. ഡീലോക്കലൈസ്ഡ് ആയ ഇലക്ട്രോൺസ് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവൂ. ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ ആയി മൂവ് ചെയ്യാൻ ഫ്രീ ആയ ഇലക്ട്രോൺസ് വളരെ കുറച്ചേ ഉണ്ടാവുന്നുള്ളൂ. A few of the delocalized electrons are left to move as free metallic electrons over the volume of entire nanoparticle. അപ്പോൾ ഇവിടെ എന്താണ്? ഇലക്ട്രോണിക് എനർജിയുടെ ഒരു ക്വാണ്ടൈസേഷനാണ് ഇവിടെ നടക്കുന്നത്. ഇലക്ട്രോണിക് എനർജി ക്വാണ്ടൈസ്ഡ് ആകുന്നു. സോ ഈ ഒരു സിറ്റുവേഷനിൽ, in this situation of quantum confinement, a metallic material chosen does not exhibit bulk metallic behavior. എന്ന് വെച്ചാൽ ഇപ്പോൾ നാനോ മെറ്റലാണ്, നാനോ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഈ നാനോ മെറ്റീരിയലിൽ ഇവിടെ ഇലക്ട്രോണിക് എനർജി ക്വാണ്ടൈസ്ഡ് ആയ, അതായത് ഇലക്ട്രോൺസ് എന്താണ്? വളരെ കുറച്ച് ഡീലോക്കലൈസ്ഡ് ആയ ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടാകും. മൂവ് ചെയ്യാൻ ആബിളായിട്ടുള്ള ഇലക്ട്രോൺസ് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇലക്ട്രോണിക് എനർജി ഇവിടെ എന്താണ്? ക്വാണ്ടൈസ്ഡ് ആയി എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ത് എക്സിബിറ്റ് ചെയ്യില്ല? ആ ബൾക്ക് മെറ്റാലിക് ബിഹേവിയർ എന്ത് ചെയ്യുന്നില്ല? എക്സിബിറ്റ് ചെയ്യുന്നില്ല. മെറ്റലിൻ്റെ ബൾക്ക് ഫോമിലുള്ള ബിഹേവിയർ ഒന്നും ഈ നാനോ മെറ്റീരിയൽ എന്ത് ചെയ്യില്ല? എക്സിബിറ്റ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ സൈസ് ക്വാണ്ടൈസേഷൻ എഫക്റ്റ് കാരണം, അതായത് സൈസ് നമ്മൾ ഡിമിനിഷ് ചെയ്തല്ലോ, നാനോ സ്കെയിലേക്ക് മാറ്റി. അപ്പോൾ ഈ നാനോ സ്കെയിൽ വയർ അല്ലെങ്കിൽ നാനോ സ്കെയിൽ സർക്യൂട്ട് കമ്പോണൻറ്റ് എന്ത് ചെയ്യുന്നില്ല? ഓംസ് ലോ എന്ത് ചെയ്യില്ല? ഒബേ ചെയ്യില്ല. ഈ ഓംസ് ലോ ഒബേ ചെയ്യുന്നത് ബൾക്ക് മെറ്റലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. എന്ത്? ബൾക്ക് മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ് ഓംസ് ലോ. ആ ബൾക്ക് മെറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്? ഓംസ് ലോ ഒബേ ചെയ്യും. എന്നാൽ സൈസ് കുറച്ച് നാനോ സ്കെയിൽ എടുത്തിരിക്കുന്ന ഈ നാനോ സ്കെയിൽ വയറോ അല്ലെങ്കിൽ നാനോ സ്കെയിൽ സർക്യൂട്ട് കമ്പോണൻറ്റോ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. വിച്ച് റിലേറ്റ്സ് കറൻറ്റ്, വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ്. അതായത് I is equal to V/R നമ്മൾ പഠിച്ച കാര്യമാണ്. ആ ഓംസ് ലോ എന്ത് ചെയ്യുന്നില്ല? ഈ നാനോ റേഞ്ചിലുള്ള മെറ്റൽ എന്ത് ചെയ്യുന്നില്ല? ഒബേ ചെയ്യില്ല. കാരണം അതെന്താണ്? അത് ബൾക്ക് മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ദെൻ മറ്റൊരു എക്സാമ്പിൾ പറയാനുള്ളത്, the electrical properties of nanomaterials are somewhat tunable on account of their size dependence. ഒരു നാനോ മെറ്റീരിയൽസിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ്? സൈസ് ഡിപ്പെൻഡൻ്റ് ആണ്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, ഒരു നാനോ മെറ്റീരിയലിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് അതിൻ്റെ സൈസിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ കോപ്പറിൻ്റെ കേസിലാണെങ്കിൽ അതിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? സൈസ് കുറയ്ക്കും തോറും അതിന് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വളരെയധികം കുറയുന്നു. Electrical conductivity gets reduced to a very low critical value as their size is reduced to a few nanometers. So മെറ്റാലിക് കോപ്പറിനെ അതിൻ്റെ സൈസ് കുറയ്ക്കുമ്പോൾ, നാനോ സ്കെയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. In fact, when the nanoscale level is reached, the same metal may become a semiconductor or even an insulator. ഈ കോപ്പർ എന്ത് ചെയ്യാം? നാനോ സ്കെയിൽ ലെവലിൽ എത്തിക്കഴിയുമ്പോൾ അത് സൈസ് കുറച്ച് നാനോ സ്കെയിൽ ലെവലിൽ എത്തുമ്പോൾ അത് ചിലപ്പോൾ എന്ത് ചെയ്യാം? അത് സെമി കണ്ടക്ടർ ആവാം, ഓർ അതെന്ത് ചെയ്യാം? ഒരു ഇൻസുലേറ്റർ വരെ ആകാം. സോ അതാണ് പറയുന്നത്, സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സൈസ് കുറയ്ക്കുമ്പോഴും
നാനോ സ്കെയിലിലേക്ക് മാറുമ്പം കോപ്പറിൻ്റെ വയറിൻ്റെ നാനോ സ്കെയിലിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യും. അത് ഒന്നുകിൽ അത് എന്ത് ചെയ്യുന്നു, അതിന് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കുറയും. അത് സെമി കണ്ടക്ടറോ അല്ലെങ്കിൽ അത് ഇൻസുലേറ്ററോ ആവാം. ദെൻ സൈസ് കുറയുമ്പോൾ അല്ലെങ്കിൽ സൈസിനനുസരിച്ച് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിൽ ഡിഫറൻസ് കാണിക്കുന്ന, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയിൽ ചേഞ്ച് കാണിക്കുന്ന മറ്റൊരു നാനോ മെറ്റീരിയൽ എക്സാമ്പിളാണ് കാർബൺ നാനോ ട്യൂബ്സ്. ഇതിൻ്റെയും എന്താണ്, സൈസിനനുസരിച്ച് ഇതിൻ്റെ നമുക്ക് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യാണ്, ട്യൂണബിൾ ആണ്. ഈ കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറയുന്നത് എന്താണ്, വളരെ നന്നായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഒരു നാനോ മെറ്റീരിയലാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഡയമീറ്റർ അതുപോലെ തന്നെ ഹെലിസിറ്റി ഓഫ് ദി ട്യൂബ് ലാറ്റിസ്. ദ കണ്ടക്ടിവിറ്റി വാരീസ് സെൻസിറ്റീവ്ലി വിത്ത് ദ ഡയമീറ്റർ ആൻഡ് ഹെലിസിറ്റി ഓഫ് ദി ട്യൂബ് ലാറ്റിസ്. അതായത് ഈ കാർബൺ നാനോ ട്യൂബ്സിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അതിൻ്റെ ട്യൂബ് ലാറ്റിസിൻ്റെ ഹെലിസിറ്റി അനുസരിച്ചും ഡയമീറ്റർ അനുസരിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, വാരി ചെയ്യും. അപ്പോൾ നമ്മൾ സ്ലൈറ്റ് ചേഞ്ചസ് ഇൻ ദീസ് പാരാമീറ്റേഴ്സ് ക്യാൻ കോസ് എ ഷിഫ്റ്റ് ഇൻ കണ്ടക്ടിവിറ്റി ഫ്രം വാല്യൂസ് റിസംബ്ലിംഗ് തോസ് ഓഫ് മെറ്റാലിക് സ്റ്റേറ്റ്സ് ടു തോസ് ഓഫ് സെമി കണ്ടക്ടിങ് സ്റ്റേറ്റ്. സോ ഈ ഒരു പാരാമീറ്റേഴ്സ്, അതായത് ഈ ഡയമീറ്ററിലോ അല്ലെങ്കിൽ ട്യൂബ് ലാറ്റിസിൻ്റെ എലിസിറ്റിയിലോ എന്തെങ്കിലും ഒരു സ്ലൈറ്റ് ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി വാല്യൂസ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അത് ചിലപ്പം ഒരു മെറ്റാലിക് സ്റ്റേറ്റിലെയും അതുപോലെ തന്നെ സെമി കണ്ടക്ടിങ് സ്റ്റേറ്റിലുള്ള കണ്ടക്ടിവിറ്റിക്ക് കമ്പയറബിൾ ആയിട്ടുള്ള കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യാം, ഈ കാർബൺ നാനോ ട്യൂബ്സിന് ഉണ്ടാകാം. അപ്പോൾ അതായത് ഈ ട്യൂബ് ലാറ്റിസിൻ്റെ ഡയമീറ്ററും ഹെലിസിറ്റിയും ചേഞ്ച് ചെയ്യും തോറും ഇതിൻ്റെ കണ്ടക്ടിവിറ്റിയും മാറാം. എന്നിട്ട് കണ്ടക്ടിവിറ്റി ചേഞ്ച് ചെയ്തിട്ട് ഏത് സ്റ്റേറ്റിൽ വരാം, ഒരു മെറ്റാലിക് സ്റ്റേറ്റിലെയും അതുപോലെ തന്നെ സെമി കണ്ടക്ടിങ് സ്റ്റേറ്റിലെയും ഉള്ള കണ്ടക്ടിവിറ്റി എത്രയാണോ അത്രയും കണ്ടക്ടിവിറ്റി ആക്കി മാറ്റാം. അതായത് ഡയമീറ്ററും ഈ ഹെലിസിറ്റിയും ചേഞ്ച് വരുത്തുന്ന സമയത്ത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസും അതിൻ്റെ സൈസ് ഡിപ്പെൻഡൻസുമാണ്. ഒരു മെറ്റലിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിലെ മെറ്റലിലെ ഇലക്ട്രോൺസിൻ്റെ മൊബിലിറ്റിയും അതിൻ്റെ മീൻ ഫ്രീ പാത്തുമാണ്. അപ്പോൾ മെറ്റലിൻ്റെ സൈസ് കുറഞ്ഞ് നാനോ സൈസിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ്, ഇലക്ട്രോണിക് എനർജി ക്വാണ്ടൈസേഷൻ വരികയാണ് ചെയ്യുന്നത്. അതായത് ഇലക്ട്രോൺസ് ഒക്കെ ടൈറ്റ്ലി ബൗണ്ട് ആണ്, വളരെ കുറച്ച് ഇലക്ട്രോൺസ് മാത്രമേ ഫ്രീലി മൂവ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളൂ. അപ്പം ഈ ഒരു കേസിൽ നമ്മൾ പറഞ്ഞു ഒരു ബൾക്ക് മെറ്റൽ എക്സിബിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഈ നാനോ റേഞ്ചിലുള്ള മെറ്റൽ കാണിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ഓംസ് ലോ, ബൾക്ക് മെറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓംസ് ലോ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ നാനോ മെറ്റൽ എന്ത് ചെയ്യുന്നില്ല, ബൾക്ക് മെറ്റൽ കാണിക്കുന്ന പ്രോപ്പർട്ടി. ഫോർ എക്സാമ്പിൾ ഓംസ് ലോ എന്ത് ചെയ്യില്ല, ഒബേ ചെയ്യില്ല. ദെൻ നമ്മൾ പറഞ്ഞു എക്സാമ്പിളായിട്ട് കോപ്പറിൻ്റെ കേസ് പറഞ്ഞു. കോപ്പറിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, സൈസിനനുസരിച്ച് മാറുന്നുണ്ട്. നാനോ സൈസിലേക്ക് വരുമ്പോൾ അത് എന്ത് ചെയ്യാം, അത് സെമി കണ്ടക്ടർ പ്രോപ്പർട്ടി കാണിക്കാം, ചിലപ്പോൾ അതൊരു ഇൻസുലേറ്റർ ആവുകയും ചെയ്യും. അത് അത്രയും സൈസ് കുറഞ്ഞു വരുമ്പം. ദെൻ സൈസിനനുസരിച്ച് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വേരിയേഷൻ വരുന്ന ഒരു നാനോ മെറ്റീരിയലിന് എക്സാമ്പിൾ പറഞ്ഞു കാർബൺ നാനോ ട്യൂബ്സ്. കാർബൺ നാനോ ട്യൂബ്സിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ കേസ് പറഞ്ഞു. കാർബൺ നാനോ ട്യൂബ്സിൻ്റെ കേസിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡയമീറ്ററിനെയും അതുപോലെ തന്നെ അതിൻ്റെ ട്യൂബ് ലാറ്റിസിൻ്റെ ഹെലിസിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ സൈസ് കുറയ്ക്കും, അതായത് ഈ ഏതെങ്കിലും 2 പാരാമീറ്ററിൽ ചേഞ്ച് വരുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിന് എന്ത് ചെയ്യാം, ചേഞ്ച് വരാം. അപ്പോൾ എന്ത് ചെയ്യാം, ആ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വാല്യൂ അത് മെറ്റാലിക് സ്റ്റേറ്റിലെയും അതുപോലെ തന്നെ സെമി കണ്ടക്ടിങ് സ്റ്റേറ്റിലെയും കണ്ടക്ടിവിറ്റിക്ക് റിസംബിൾ ആയിട്ടുള്ള അത്രയും വാല്യൂ വരെ എത്തിക്കാം. അതായത് ഈ ഡയമീറ്റർ വെലോസിറ്റിയും ചേഞ്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് ഇതിൻ്റെ കേസ്. അതായത് സൈസ് മാറും തോറും ഈ കാർബൺ നാനോ ട്യൂബ്സിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും മാറുന്നു എന്നാണ് അതിനർത്ഥം. ഈ കാർബൺ നാനോ ട്യൂബ്സ് ആണ് ക്വാണ്ടം വയേഴ്സ് ഒക്കെ അതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എന്തിന് ഉള്ള ക്വാണ്ടം വയേഴ്സ്? ക്വാണ്ടം വയേഴ്സ് capable of carrying electricity thousands of miles at a faster rate and more economically than today's power lines. അതായത് ഈ കാർബൺ നാനോ ട്യൂബ്സ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ ക്വാണ്ടം വയേഴ്സിൻ്റെ പ്രൊഡക്ഷനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ കാർബൺ നാനോ ട്യൂബ്സ് ആണ്. ഓക്കെ, സോ ഇത്രയാണ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസും അതിൻ്റെ സൈസ് ഡിപ്പെൻഡൻസും. താങ്ക് യു.